സംസ്ഥാന കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. കോൺഗ്രസ് നേതൃത്വത്തിൽ തലമുറ മാറ്റം വേണമെന്ന് എ.കെ. ആന്റണി. ചെറുപ്പക്കാർ നേതൃത്വത്തിലേക്ക് വരണം. ചർച്ച നടത്തിയിട്ടും ഒന്നിച്ച് ഫോട്ടോ എടുത്തിട്ടും ഫലമില്ല. തമ്മിൽ തല്ല് മൂലമാണ് ഭരണ തുടർച്ച ഇല്ലാതെ പോയത്. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ മുന്നണി വിട്ടുപോയവർ തിരിച്ചു വരില്ലെന്നും എ.കെ. ആന്റണി തുറന്നടിച്ചു. കെ.പി.സി.സി കൊച്ചിയിൽ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി സദ്ഭാവന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണി. ഇത്രകാലം മനഃപൂർവ്വമായി തുടർന്നു വന്ന മൗനം വെടിഞ്ഞ സംസ്ഥാന കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു ആന്റണി പ്രസംഗത്തിലുടനീളം. അപകടം വരുന്നു, നാശം വരാൻ പോകുന്നു. നാശം വന്നു അസംബ്ലി ഇലക്ഷനിൽ. പുതിയ ചെറുപ്പക്കാർ വരണം, പുതിയ നേതൃത്വം വരണം. എല്ലാവരുടെ കലഹങ്ങളല്ല, തലമുറകൾ മാറിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള യുവരക്തത്തിന് കൂടെ കൂടുതൽ പ്രസരിപ്പുള്ള കേരളത്തിലെ കോൺഗ്രസ് നാശത്തിന്റെ വക്കിലാണ്. കോൺഗ്രസിന്റെ ജനകീയ അടിത്തറയിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ അസംബ്ലി, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളിലോ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിലോ ഉണ്ടായിരുന്ന ജനകീയ അടിത്തറ ഇന്ന് കോൺഗ്രസിനില്ല. കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. ജാതിമതാടിസ്ഥാനത്തിൽ മാത്രമല്ല, വർഗപരമായും പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടെന്ന വസ്തുത കോൺഗ്രസ് അംഗീകരിച്ചേ മതിയാകൂ. ചോർച്ച തടയാനും നഷ്ടപ്പെട്ടു പോയവരെ തിരികെ കൊണ്ടുവരാനും ശ്രമിക്കണം. കോൺഗ്രസ് ശക്തിപ്പെട്ടാലേ UDF ശക്തമാകുകയുള്ളൂ. തമ്മിൽ തല്ലിന്റെ കൂടാരമാണ് കോൺഗ്രസ് എങ്കിൽ പോയവർ തിരികെ വരാനോ പുതിയ ആളുകൾ കോൺഗ്രസിലേക്ക് വരാനോ പോകുന്നില്ല, ആന്റണി പറയുന്നു. അത് വരാതിരിക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസുകാർ തയ്യാറായില്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഈ കാലഘട്ടത്തിൽ ഈ പാർട്ടിയെ നയിക്കുന്ന നേതാക്കന്മാരെല്ലാം നാളത്തെ തലമുറയോട് സമാധാനം പറയേണ്ടി വരും. ചരിത്രം നമുക്കാർക്കും മാപ്പ് നൽകില്ല. തിരുവനന്തപുരത്തിരുന്ന് ചർച്ച നടത്തിയതുകൊണ്ടോ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുത്തതുകൊണ്ടോ കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇന്ത്യ പാകിസ്ഥാൻ നേതാക്കൾ ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്നത് പോലെ ഇതിനെ കാണാനാകൂ. ഇപ്പോൾ തന്നെ ഏറെ വൈകിയെന്നും തെറ്റുതിരുത്താൻ ഇനിയും കാത്തു നിൽക്കരുതെന്നും ആന്റണി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞു. പ്രസംഗത്തിനൊടുവിലായി കോൺഗ്രസിന് തലമുറ മാറ്റം അനിവാര്യമാണെന്നാണ് എ.കെ. ആന്റണി പറഞ്ഞു നിർത്തിയത്. ആമുഖ പ്രസംഗം നടത്തുന്നതിനായി ഉമ്മൻചാണ്ടി ഇതേ വേദിയിലുണ്ടായിരുന്നു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള ജനപ്രതിനിധികളുടെയും DCC, KPCC ഭാരവാഹികളുടെയും KPCC അധ്യക്ഷൻ VM സുധീരൻ, PP തങ്കച്ചനടക്കമുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കൾ, MLA മാർ എന്നിവരുടെ എല്ലാം സാന്നിധ്യത്തിൽ ആന്റണി നടത്തിയ പ്രസംഗം കോൺഗ്രസിനുള്ളിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയും. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. തിരുവനന്തപുരത്ത് നായ്ക്കളുടെ കടിയേറ്റ വൃദ്ധ മരിച്ചു. കരുകുളം ചെമ്പകരാമൻതുറയിൽ ശിലുവമ്മയാണ് മരിച്ചത്. 50-ലധികം നായ്ക്കളാണ് വൃദ്ധയെ ആക്രമിച്ചത്. പുല്ലുവിള കടപ്പുറത്ത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, മറ്റു വിശദാംശങ്ങൾ. അരുൺ, തിരുവനന്തപുരം പൂവാർ പുല്ലുവിളയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ മരണപ്പെട്ട ശിലുവമ്മയുടെ മൃതദേഹം ഏറെ പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഉച്ചയോടെ വീട്ടിലെത്തിച്ചു. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ആരും വരാത്തതിൽ പ്രതിഷേധിച്ചും അതോടൊപ്പം തന്നെ തെരുവുനായ ശല്യത്തെ നേരിടുന്നതിൽ കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാത്ത പശ്ചാത്തലത്തിലുമായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായത്. എന്നാൽ മൃതദേഹം സംസ്കരിക്കാതെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നില്ല. കാരണം അത്രത്തോളം വികൃതമായിട്ടായിരുന്നു തെരുവ് നായ്ക്കൾ ആ വൃദ്ധയെ കടിച്ചു കീറിയത്. ഈ സാഹചര്യത്തിലാണ് പിന്നീട് പ്രതിഷേധം അവസാനിപ്പിച്ചുകൊണ്ട് സമീപത്തെ പള്ളിയിൽ കൊണ്ടുപോയി മൃതദേഹം സംസ്കരിച്ചത്. ഇന്നലെ രാത്രിയാണ് തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് പുല്ലുവിള സ്വദേശിയായിട്ടുള്ള ശിലുവമ്മ മരണപ്പെട്ടത്. പ്രാഥമിക കൃത്യത്തിനായി വീടിന് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു 50ഓളം വരുന്ന നായ്ക്കൾ വൃദ്ധയെ കൂട്ടത്തോടെ ആക്രമിച്ചത്. മകൻ സെൽവരാജും അതോടൊപ്പം തന്നെ അയൽവാസികളും ചേർന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിൽ പോലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ശിലുവമ്മ മരണപ്പെടുകയായിരുന്നു. ശിലുവമ്മ മരണപ്പെട്ട അല്പസമയങ്ങൾക്കകം തന്നെ മറ്റൊരു സംഭവം പുല്ലുവിളയിൽ ഉണ്ടായി. ഡെയ്സിക്ക് നേരെ അവിടുത്തെ തന്നെ പ്രദേശവാസിയായ ഡെയ്സിക്ക് നേരെയും തെരുവ് നായ്ക്കൾ ആക്രമണം നടത്തി. ഇതിൽ സാരമായി പരിക്കേറ്റ ഇവരെ ആദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടെ ഇവരെ പുല്ലുവിള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ, ഷീജ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് ബാലുശ്ശേരി നന്മണ്ട പഞ്ചായത്തിൽ ക്വാറി മാഫിയ പിടിമുറുക്കുന്നു. കരിയാണിമല, ഉപ്പുത്തിക്കണ്ടിമല എന്നിവിടങ്ങളിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. ക്വാറിയും ക്രഷറും പ്രവർത്തിക്കുന്നത് കൃഷിഭൂമിയിലാണ്. ഉഗ്രസ്ഫോടനങ്ങളുടെ ആഘാതത്തിൽ സമീപത്തെ വീടുകൾ അപകട ഭീഷണിയിലാണ്. പൊടി ശ്വസിച്ച് സമീപവാസികൾക്ക് ഗുരുതര രോഗങ്ങളും പിടിപെടുന്നു. കോഴിക്കോട്ടെ ബാലുശ്ശേരി നന്മണ്ട പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമങ്ങളിലാണ് വൻകിട ക്വാറി ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷിസ്ഥലം വിലക്ക് വാങ്ങിയാണ് സ്വകാര്യ കമ്പനി പാറ പൊട്ടിക്കുന്നത്. മലയുടെ ഒരു ഭാഗത്തെ പാറ മുഴുവൻ പൊട്ടിച്ചു കഴിഞ്ഞു. വൻ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പരിസരത്തെ കരിമ്പാല സമുദായക്കാർ താമസിക്കുന്ന കോളനിയിലെ ഭൂരിഭാഗം വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ക്രഷറിൽ നിന്നും പറന്നുയരുന്ന പൊടി ശ്വസിച്ചുള്ള രോഗങ്ങൾ വേറെയും. കരിമ്പാല കോളനിയിലെ ഊരുമൂപ്പൻ പൂളയിൽ ബാലൻ
പടിഞ്ഞാറ് നടിക്കുന്ന കാറ്റിന് പൊടിവെള്ളങ്ങൾ നേരെ നന്മണ്ട ഗ്രാമപഞ്ചായത്തിലേക്ക് മുഴുവൻ ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒരുപാട് സാംക്രമിക രോഗങ്ങൾ, അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ, ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ കുട്ടികൾക്ക് വരെ വരുന്നൊരവസ്ഥ പോകണം. നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു: ഈ പ്രകൃതിരമണീയമായ സ്ഥലം മുഴുവൻ, അവിടെയുള്ള മരങ്ങൾ മുഴുവൻ പിഴുതു മാറ്റിയെടുത്ത് മണ്ണെടുത്ത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റി അതിന് അടിയിലുള്ള പാറ തുറന്നെടുത്തുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിലേക്കുള്ള സംവിധാനം ഇപ്പം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അധികൃതരുടെ അനുമതിയോടെയാണ് ക്വാറി ക്രഷർ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നതെന്നാണ് അബ്ബ എംസാൻഡ് ആൻഡ് ഗ്രാനൈറ്റ് കമ്പനിയുടെ വിശദീകരണം. പ്രകൃതി രമണീയവും അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ളതുമായ ഈ പ്രദേശം മുഴുവൻ ക്വാറി മാഫിയ കൈയടക്കിയിരിക്കുകയാണ്. ഈ ക്വാറിക്കും ക്രഷറിനും അനുമതി കൊടുത്ത അധികൃതർ ആരായാലും ഇവിടെ വരണം, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം, ഇവിടുത്തെ ജനങ്ങളുടെ ദുരിതം കാണണം. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PB കുട്ടൻ. രാജീവ് ഗാന്ധി സദ്ഭാവന സംഗമത്തിൽ ഇപ്പോൾ VM സുധീരൻ അദ്ദേഹം സംസാരിക്കുന്നു. തത്സമയം അതിനുവേണ്ടിയുള്ള ഭരണഘടനാ ഭേദഗതി പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച പ്രിയനായ രാജീവ് ഗാന്ധി, അദ്ദേഹം അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ ജനപിന്തുണയോടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ലോക്സഭ പാസാക്കിയ ആ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിൽ ഒരു ഭാഗത്ത് CPM-ഉം ഒരു ഭാഗത്ത് BJP-യും ചേർന്ന് അതിനെ അട്ടിമറിച്ചു. അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ പഞ്ചായത്ത് രാജ് നഗരപാലിക സംവിധാനം നിലവിൽ വരുമായിരുന്നു. അന്ന് അത് അട്ടിമറിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് കോൺഗ്രസ് പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ കാലത്ത് തന്നെ മുന്നോട്ട് നീക്കി ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലുടനീളം കേരളത്തിൽ ശ്രീ K. കരുണാകരൻ്റെ നേതൃത്വത്തിൽ നിയമനിർമ്മാണം നടന്നു. ശ്രീ A.K. ആന്റണി അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുകയും കൂടുതൽ അധികാരങ്ങൾ നൽകിക്കൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. 2 പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു. ഈ പിന്നിട്ട് 2 പതിറ്റാണ്ടുകളുടെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നേട്ടങ്ങളും നന്മകളും ഉണ്ടാക്കാൻ സാധിച്ചു. ഭരണരംഗത്ത്, സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് വിപ്ലവകരമായൊരു പരിവർത്തനത്തിന് അത് ഇടവരുത്തി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നന്മയോടൊപ്പം നേട്ടങ്ങളോടൊപ്പം തന്നെ ഈ മേഖലയിൽ അനഭിലഷണീയമായ ചില പ്രവണതകൾ ഉയർന്നു വരുന്നുണ്ട്. ഈ മേഖലയിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള വിമർശനവും ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യത്തിൽ എന്നും പ്രത്യേകം താല്പര്യമെടുത്തിട്ടുള്ള കോൺഗ്രസ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനത്തിലെ മുഴുവൻ പ്രതിനിധികളെയും ഇവിടെ വിളിച്ചു വരുത്തി അവരുമായി ചർച്ച നടത്തി അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അതിനൊരു രീതി, അതിനൊരു ശൈലി, അതിനൊരു സംവിധാനം ഉണ്ടാക്കുന്നതിന്, ഒരു പെരുമാറ്റച്ചട്ടത്തിൽ രൂപം കൊടുക്കുന്നതിന് KPCC വൈസ് പ്രസിഡന്റ് ശ്രീ VD സതീശൻ, ചെയർമാനായി ശ്രീ മാന്നാർ അബ്ദുൽ ലത്തീഫ്, ശ്രീ ജോൺസൺ എബ്രഹാം, ശ്രീമതി ലതിക സുഭാഷ്, ശ്രീ അനിൽ അക്കര, N. വേണുഗോപാൽ എന്നിവർ അംഗങ്ങളായുള്ള ഉപസമിതി നേരത്തെ മുതൽ പ്രവർത്തിച്ചു വരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് ഈ സമ്മേളനത്തിൽ പ്രതിനിധികളുടെ മുമ്പിൽ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കരട് രൂപരേഖ ശ്രീ സതീശൻ അവതരിപ്പിച്ചു. ശ്രീമതി ലതിക സുഭാഷ് ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനം മുന്നോട്ട് നീക്കേണ്ട, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതികൾ മുന്നോട്ട് നീക്കേണ്ട ഈ കാര്യങ്ങളെക്കുറിച്ചൊരു ആക്ഷൻ പ്ലാൻ, അതിൻ്റെ കരട് രൂപവും അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മെമ്പർമാർ അത് സജീവമായി ചർച്ചയിൽ പങ്കെടുത്തു. ഏതാണ്ട് 50-ൽ പരം ഡെലിഗേറ്റ്സാണ് നേതാക്കൾക്ക് പുറമെ ചർച്ചയിൽ പങ്കെടുത്തത്. ചർച്ചയിൽ പങ്കെടുത്തവർ ഉന്നയിച്ച നിർദ്ദേശങ്ങൾ, ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മെമ്പർമാർക്കെല്ലാം ഇതിൻ്റെ കോപ്പി വിതരണം ചെയ്തിരുന്നു. അവരുടെ കൂടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതെല്ലാം ഉൾപ്പെടുത്തി ഈ ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച കരട് രേഖ സമ്പുഷ്ടമാക്കി. അതോടൊപ്പം തന്നെ ഇവിടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നിർദ്ദേശങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് അത് സമ്പുഷ്ടമായി കൃത്യമായി. രാജീവ് ഗാന്ധി സദ്ഭാവന സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ VM സുധീരൻ.
ടൂറിസം മേഖലയുടെ തളർച്ചയ്ക്ക് കാരണമാകുന്ന നിരവധി കാരണങ്ങളിലൊന്നാണ് മദ്യനയമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ടൂറിസം വകുപ്പ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ സർക്കാരിനെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. LDF-ൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ടൂറിസം വകുപ്പ് നിലപാട് വ്യക്തമാക്കുമെന്നും മന്ത്രി AC മൊയ്തീൻ കോഴിക്കോട് പറഞ്ഞു. ടൂറിസം മേഖല അനുഭവിക്കുന്ന പ്രയാസങ്ങളിലൊന്ന് ഈ മദ്യനയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ഞങ്ങളുടെ പഠന റിപ്പോർട്ട് സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്തത്. മദ്യനയം രൂപീകരിക്കേണ്ടത് LDF ചർച്ച ചെയ്ത മദ്യനയത്തിനെ കുറിച്ച് ചർച്ചയുണ്ടാകുമ്പോൾ ടൂറിസം വകുപ്പ് ആ നയം വ്യക്തമാക്കും. സുധീരന്റെ നിർബന്ധത്തിന് വിധേയമായി മദ്യലോബിയിൽ നിന്ന് പണം കിട്ടാത്തതിന്റെ കൈക്കൂലി കേസുമായൊക്കെ ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു ബാറുകൾ അടച്ചുപൂട്ടുക എന്നുള്ള നിലപാട് കേരളത്തിൽ UDF-ന്റെ മദ്യനയമാണോ? വോട്ടിന് വേണ്ടിയായിരുന്നു ഈ നയം ഉണ്ടാക്കിയത്.